മോർണിംഗ് സ്റ്റുഡൻസ്. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് റേഷ്യോ അനാലിസിസ് ആണ്. ഓൾമോസ്റ്റ് എല്ലാം എടുത്തു കഴിഞ്ഞു, എല്ലാ റേഷ്യോസും നമ്മൾ ഡിസ്കസ് ചെയ്തു, എല്ലാത്തിൽ നിന്നും പ്രോബ്ലംസ് ഒക്കെ ചെയ്തു കഴിഞ്ഞു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവസാനിപ്പിച്ചതാണ്. ഇന്ന് ഈ ക്ലാസ്സിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ക്ലാസ്സിൽ നമ്മളിതുവരെ പഠിച്ച റേഷ്യോസൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം, ഒന്ന് പ്രാക്ടിക്കലായിട്ട് പ്രോബ്ലംസൊക്കെ ചെയ്ത് എങ്ങനെയൊക്കെ വരുമെന്നുള്ളത് നോക്കുകയാണ്. അപ്പോൾ ഈ പ്രാക്ടീസ് കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഈ ചാപ്റ്റർ അവസാനിപ്പിക്കാം. ശരിക്കും നമ്മളെല്ലാം എടുത്തു കഴിഞ്ഞാണ്, റേഷ്യോസൊക്കെ എടുത്തു കഴിഞ്ഞാണ് ഓരോന്നിൻ്റെയും ഓരോ റേഷ്യോസ് ഡിസ്കസ് ചെയ്ത് അതിന് താഴെ നമ്മൾ പ്രോബ്ലംസൊക്കെ ചെയ്തതാണ്. അപ്പോൾ ഇതൊരു റിവിഷനായിട്ട് ഒരു പ്രാക്ടിക്കൽ പ്രോബ്ലംസിൽ നിന്നാണ് നമ്മൾ ചെയ്യുന്നത്. റിവിഷൻ പോലെ കുട്ടികൾ ട്രീറ്റ് ചെയ്യണം, വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യണം. വർക്ക് ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് വർക്ക് ചെയ്യുമ്പോൾ മാത്രമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ക്വസ്റ്റ്യൻസ് പരമാവധി കുട്ടികൾ വർക്ക് ചെയ്യണം. വർക്ക് ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് മനസ്സിലാക്കുകയും അത് റെക്ടിഫൈ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് ആ പ്രോബ്ലം നമ്മൾ എക്സാമിനേഷൻ വന്നാലും നമ്മൾ മറക്കില്ല. പിന്നെ എത്ര നാൾ കഴിഞ്ഞാലും നമുക്ക് ആ ക്വസ്റ്റ്യൻ ചെയ്യാൻ സാധിക്കും, വളരെ ഈസി ആയിട്ട് പറ്റുമെന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് പ്രോബ്ലം നമ്പർ 4 ആണ്. പേജ് നമ്പർ 294 294 പ്രോബ്ലം നമ്പർ 4 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം, കുട്ടികൾ ശ്രദ്ധിക്കുക. ദ ലയബിലിറ്റി സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റ് ഓഫ് PQR ലിമിറ്റഡ് റിവീൽസ് ദ ഫോളോയിങ്. അതായത് PQR ലിമിറ്റഡിൻ്റെ ലയബിലിറ്റി സൈഡിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 3 lakhs, 8% പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ 1 lakh, 10% ഡിബഞ്ചേഴ്സ് 2 lakh, റിസർവ്സ് ആൻഡ് സർപ്ലസ് 1 lakh, ബാങ്ക് ലോൺ 6 lakh, സൺട്രി ക്രെഡിറ്റേഴ്സ് 70,000, ദെൻ ബിൽസ് പേയബിൾ 30,000. ഇനി നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളതാണ് യു ആർ റിക്വയർഡ് ടു കാൽക്കുലേറ്റ് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ആൻഡ് ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ. ഇത് രണ്ടുമാണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷനാണ് ലയബിലിറ്റി സൈഡിൽ തന്നിട്ടുള്ളത്. ലയബിലിറ്റി സൈഡ് മാത്രമാണ് നമുക്ക് അത്തരം ഇൻഫർമേഷൻസ് നോക്കേണ്ട ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഈ രണ്ട് ഐറ്റംസ് കാണാൻ വേണ്ടി ലയബിലിറ്റി സൈഡ് മാത്രം കണ്ടാലും മതി. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് എടുക്കാൻ നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ള രണ്ട് പോയിന്റ്സേ ഉള്ളൂ. ഒന്ന് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ആണ്. ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ഈക്വൽ ടു, അപ്പോൾ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എന്ന് പറയുമ്പോഴേക്കും നമുക്കുള്ളിൽ അല്ലെങ്കിൽ നമ്മൾ പഠിച്ച റേഷ്യോസ് നമുക്ക് മനസ്സിൽ വരണം, അല്ലെങ്കിൽ അതുപോലെ നമ്മൾ പ്രിപ്പയർഡ് ആവണം എന്നർത്ഥം. അപ്പോൾ റേഷ്യോ അനാലിസിസ് പഠിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ല, ആദ്യം തന്നെ നമ്മൾ റേഷ്യോസ് പഠിക്കണം എന്ന് പറയുന്നത് അതിൻ്റെ ബേസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബൈ ഹാർട്ട് പഠിക്കുക വേണം. എന്നാലാണ് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണെന്നും അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്നും അതിൻ്റെ ഇക്വേഷൻ എന്താണെന്നും നമുക്ക് മനസ്സിലേക്ക് വരുള്ളൂ. അപ്പോൾ റേഷ്യോ അനാലിസിസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റേഷ്യോ തന്നെയാണ് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ. ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ഈസ് ഈക്വൽ ടു ടോട്ടൽ ബോറോഡ് ഫണ്ട്സ് ഡിവൈഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ടോട്ടൽ ബോറോഡ് ഫണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ രീതിയിൽ പറയാം, ഔട്ട്സൈഡേഴ്സ് ഇക്വിറ്റി ഡിവൈഡഡ് ബൈ ഇക്വിറ്റി ഓർ ഓണേഴ്സ് ഇക്വിറ്റി. പുറത്തുനിന്നുള്ള ഫണ്ടും നമ്മുടെ ഓണേഴ്സിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റും തമ്മിലുള്ള കമ്പാരിസണാണ് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ. ആ പേര് പറയുന്ന പോലെ തന്നെ ഡെപ്റ്റും ഇക്വിറ്റിയും തമ്മിലുള്ള റേഷ്യോ ആണ്. ഇത് വേറൊരു ഇക്വേഷൻ കൂടി സൈമിൾട്ടേനിയസ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. ലോങ് ടൈം ഡെപ്റ്റ് ഡിവൈഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്നുള്ള ഇക്വേഷൻ കൂടി ഉപയോഗിക്കാറുണ്ട്. രണ്ട് ഉപയോഗിച്ചാലും രണ്ട് വ്യത്യസ്ത ആൻസറാണ് കിട്ടുക, രണ്ടും ശരിയാണ്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ടോട്ടൽ ബോറോഡ് ഫണ്ട് ഡിവൈഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടാണ്. അതിനെ വേറെ രീതിയിൽ പറയാം, ടോട്ടൽ അല്ലെങ്കിൽ എന്താണ് ഔട്ട്സൈഡേഴ്സ് ഇക്വിറ്റി ഡിവൈഡ് ബൈ ഇൻസൈഡേഴ്സ് ഇക്വിറ്റി ഓർ എന്താണ് ഓണേഴ്സ് ഇക്വിറ്റി എന്ന് പറയാം. ഇനി നമുക്ക് അതിൻ്റെ പ്രോബ്ലം ചെയ്യുന്ന ഓരോ ഐറ്റത്തിലേക്കും വരാം. ടോട്ടൽ ബോറോഡ് ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോത്ത് ദ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ലയബിലിറ്റി അല്ലേ. ലോങ് ടേം ലയബിലിറ്റിയും ഷോർട്ട് ടേം ലയബിലിറ്റിയും കൂടി ചേർന്നതിനെയാണ് നമ്മൾ ടോട്ടൽ ബോറോഡ് ഫണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ലയബിലിറ്റി സൈഡിൽ കുട്ടികൾ നോക്കുക എന്തൊക്കെയാണ് ലയബിലിറ്റി ആയിട്ടുള്ളത് നോക്കുക. ലയബിലിറ്റി സൈഡിൽ നമുക്ക് ലയബിലിറ്റി ആയിട്ട് പറയാം, കടം വാങ്ങിയതായിട്ട് പറയാൻ പറ്റുന്നത് 10% ഡിബഞ്ചേഴ്സ് ഉണ്ട്, ബാങ്ക് ലോൺ ഉണ്ട്, സൺട്രി ക്രെഡിറ്റേഴ്സ് ഉണ്ട്, ബിൽസ് പേയബിൾ ഉണ്ട്. 4 ഐറ്റം ഉണ്ട്. അപ്പോൾ ഇതിൽ ഈ 4 ഐറ്റത്തിൽ നമ്മൾ ലോങ് ടൈം അല്ലെങ്കിൽ ടോട്ടൽ ബോറോഡ് ഫണ്ട് ആയതുകൊണ്ടാണ് 4 ഐറ്റം എടുക്കാൻ കാരണം. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻസ് അല്ലെങ്കിൽ ഇക്വേഷനിൽ നമ്മൾ ഉപയോഗിക്കുന്ന ടേം ലോങ് ടൈം ഫണ്ട് എന്നാണ്, ബോറോഡ് ഫണ്ട് എന്നാണെങ്കിൽ നമ്മളിവിടെ 2 ഐറ്റം മാത്രമേ എടുക്കുള്ളൂ. അതായത് 10% ഡിബഞ്ചേഴ്സും അതുപോലെ തന്നെ ബാങ്ക് ലോണ് ലോങ് ടൈം ആണെങ്കിൽ ഇത് രണ്ടും മാത്രമേ നമ്മൾ ഉപയോഗിക്കുകയുള്ളൂ.
അപ്പോൾ ഇവിടെ ടോട്ടൽ ബോറോഡ് ഫണ്ട് എന്നായതുകൊണ്ട് നമ്മൾ ടോട്ടൽ ലയബിലിറ്റീസ് എടുക്കുന്നു. ടോട്ടൽ ലയബിലിറ്റീസ് എന്ന് പറയുമ്പോൾ ഡിബഞ്ചേഴ്സ് 2 ലക്ഷം, ബാങ്ക് ലോൺ 6 ലക്ഷം, അപ്പോൾ 6 × 8 ലക്ഷമായി. സൺട്രി ക്രെഡിറ്റേഴ്സ് 70,000 ആൻഡ് ബിൽസ് പേബിൾ 30,000. അപ്പോൾ 9 ലക്ഷം രൂപയാണ് നമ്മുടെ ടോട്ടൽ ബോറോഡ് ഫണ്ട് എന്ന് പറയുന്നത്. ഇനി ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി ഓർ ഇക്വിറ്റി, ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഓർ ഇക്വിറ്റി ഓർ നെറ്റ് വർത്ത് എന്നൊക്കെ പറയും. അപ്പോൾ ഇവിടെ ഇത് അറിഞ്ഞാൽ മാത്രമേ കുട്ടികൾക്കത് ചെയ്യാൻ സാധിക്കുള്ളൂ. അതായത് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് തന്നെയാണ് നെറ്റ് വർത്ത് തന്നെയാണ് ഇക്വിറ്റി എന്ന് പറയുന്ന കാര്യം കുട്ടികൾ മനസ്സിൽ ഉറപ്പിക്കണം. അല്ലെങ്കിൽ നമുക്ക് ചില ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ചില റേഷ്യോസ് നമുക്ക് തന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറഞ്ഞാൽ അതിന് ഒറ്റ കാര്യമുള്ളൂ, എന്താണ്? ക്യാപിറ്റൽ പ്ലസ് ഓൾ റിസർവ്സ് ആൻഡ് സർപ്ലസസ്. മനസ്സിലായാലോ? ഒന്നുകൂടി പറയുന്നു, ക്യാപിറ്റൽ പ്ലസ് ഓൾ റിസർവ്സ് ആൻഡ് സർപ്ലസസ്. ഇതിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി എന്ന് പറയും. അപ്പോൾ ഇവിടെ നമുക്ക് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം 2 ടൈപ്പ് ക്യാപിറ്റൽ വരും. എന്താണ്? ഇക്വിറ്റി ക്യാപിറ്റലും പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലും വരും. അപ്പോൾ നമുക്ക് അതിനെ ഒന്നുകൂടി ഈ പ്രോബ്ലത്തിൻ്റെ രീതിയിലേക്ക് അതിനെ ഒന്നുകൂടി ഓൾട്ടർ ചെയ്യാം. എന്താണ്? ഇക്വിറ്റി ക്യാപിറ്റൽ, പ്രിഫറൻസ് ക്യാപിറ്റൽ പ്ലസ് റിസർവ്സ് ആൻഡ് സർപ്ലസസ്. ഇക്വിറ്റി ക്യാപിറ്റൽ 3 lakhs ആണ്, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ 1 lakh ആണ്, റിസർവ്സ് ആൻഡ് സർപ്ലസ് 1 lakh ആണ്. 3 × 2 5 ലക്ഷം രൂപയാണ് നമ്മുടെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ = 9 lakh / 5 lakh എന്നാണ്. അപ്പോൾ = 1.8. 1.8 നമ്മൾ റേഷ്യോസിലേക്ക് മാറ്റുമ്പോൾ 1.8:1 എന്നാണ് ഈ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ വരുന്നത്. ഇത് കാണാൻ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓൾട്ടർനേറ്റീവായിട്ട് ഇവിടെ ഒരു ഇക്വേഷൻ കൂടി ഉപയോഗിക്കാം. ലോങ് ടേം ഫണ്ട് /ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്സ് എന്നുള്ള ഒരു ഇക്വേഷൻ കൂടി ഉപയോഗിക്കാം. അങ്ങനെയാണെങ്കിൽ ലോങ് ടേം ഫണ്ട് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ദാറ്റ് ഈസ് ഡിബഞ്ചേഴ്സും ബാങ്ക് ലോണും മാത്രമേ നമ്മൾ എടുക്കാൻ പാടുള്ളൂ. അങ്ങനെ കാര്യം കൂടി ഇവിടെ ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ ഏതെങ്കിലും ഒന്ന് ചെയ്തുകൊണ്ട് കുഴപ്പമില്ല, കുട്ടികൾക്കത് ശരിയാണ്, അതിന് മാർക്ക് കിട്ടും. രണ്ടാമത്തെ റേഷ്യോ നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ ആണ്. ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ = ഫിക്സഡ് ഇൻകം bearing funds or fixed income bearing securities divided by equity shareholders fund. അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ്? ഒരു ഗിയറിംഗ് ആണ്. അതായത് നമ്മൾ ഔട്ട്സൈഡേഴ്സ് ഇക്വിറ്റിയും നമ്മുടെ ഇക്വിറ്റിയും തമ്മിലുള്ള, അല്ലെങ്കിൽ എന്താണ്, നമ്മുടെ ലയബിലിറ്റി എത്രത്തോളം നമുക്കുണ്ട്, എത്രത്തോളം റിസ്ക്കിയാണ് നമ്മുടെ ബിസിനസ് എന്ന് നോക്കുന്നൊരു ഇക്വേഷനാണ്, ഒരു റേഷ്യോ അനാലിസിസാണ് ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ ഫിക്സഡ് ഇൻകം ബെയറിംഗ് ഫണ്ട്സ് ആൻഡ് ഇക്വിറ്റി. അപ്പോൾ ഇക്വിറ്റി ഫണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം പൈസയാണ്, നമ്മൾ കടമെടുത്ത് വാങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ കടമായിട്ട് എടുത്തിട്ടുള്ള ഫണ്ടല്ല, ബോറോഡ് ഫണ്ടല്ല. അതേസമയം ഫിക്സഡ് ഇൻകം ബെയറിംഗ് ഫണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ഫിക്സഡ് ഇൻകം കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വാങ്ങിയിട്ടുള്ള ഫണ്ടിനെയാണ് ഫിക്സഡ് ഇൻകം ബെയറിംഗ് ഫണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ കടം വാങ്ങിയത് മാത്രമല്ല, നമ്മുടെ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ കൂടി. ക്യാപിറ്റലാണെങ്കിലും അവിടെ 8%, 8%. ഇവിടെ ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള 8% പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എന്നാണ്. അപ്പോൾ 8% ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഇൻകം കൊടുക്കേണ്ടുന്ന ഒരു ക്യാപിറ്റലാണ് പ്രിഫറൻസ് ക്യാപിറ്റൽ. അതുപോലെ തന്നെ 10% ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10% ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടുന്ന ഒരു കടം വാങ്ങിയിട്ടുള്ള ബോറോഡ് ഫണ്ടാണ് ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത്. ഇതും നമ്മുടെ നെറ്റ് വർത്ത് അല്ലെങ്കിൽ ഇക്വിറ്റി അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് നമ്മളുടെ റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ എന്ന് പറയുന്നത്. നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകാം. ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ = ഫിക്സഡ് ഇൻകം ബെയറിംഗ് ഫണ്ട്സ് ഡിവൈഡഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ഇനി എന്തൊക്കെയാണ് ഫിക്സഡ് ഇൻകം ബെയറിംഗ് ഫണ്ട് എന്ന് പറയുന്നത്? 8% പ്രിഫറൻസ് ക്യാപിറ്റൽ 1 lakh പ്ലസ് ഡിബഞ്ചേഴ്സ് 10% ഡിബഞ്ചേഴ്സ് 2 lakh, ദാറ്റ് ഈസ് 3 lakh ആണ് അവിടെ ഫിക്സഡ് ഇൻകം ബെയറിംഗ് ഫണ്ട്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് നമ്മൾ നേരത്തെ കണ്ടതാണ്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൽ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടാണ് നേരത്തെ കണ്ടത്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൽ എന്തുണ്ടാവില്ല? പ്രിഫറൻസ് ക്യാപിറ്റൽ ഉണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പ്രിഫറൻസ് ക്യാപിറ്റൽ മുകളിലേക്ക് പോയി, ഫിക്സഡ് ഇൻകം ബെയറിംഗ് ഫണ്ടാണ്. അപ്പോൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൽ നമ്മൾ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? ഇക്വിറ്റി ക്യാപിറ്റൽ പ്ലസ് റിസർവ്സ് ആൻഡ് സർപ്ലസ്. ഇക്വിറ്റി ക്യാപിറ്റൽ വരുന്നത് 3 lakhs ആണ്, റിസർവ്സ് ആൻഡ് സർപ്ലസ് 1 lakh ആണ്, അങ്ങനെ 4 lakh ആണ്. = 3 lakh ആണ് ഫിക്സഡ് ഇൻകം ബെയറിംഗ് ഫണ്ട്സ് ഡിവൈഡഡ് ബൈ 4 lakh ആണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. അപ്പോൾ അതിൻ്റെ റേഷ്യോ വരുന്നത് 0.75:1 ആണ്. അതായത് ഒരു ഇക്വിറ്റി ക്യാപിറ്റലിനെ
എന്താണ് ഫിക്സഡ് ഇൻകം ബെയറിംഗ് ഫണ്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമുക്ക് വേറെ രീതിയിൽ പറയാം എന്താണ് ഫിക്സഡ് ഇൻകം ബെയറിംഗ് ഫണ്ട് 75 പൈസയാണെങ്കിൽ 1 രൂപയാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, നമ്മുടെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ ഒരു ഹോംവർക്കാണ്. ഹോംവർക്ക് കുട്ടികൾ എഴുതിയെടുക്കണം. പേജ് നമ്പർ 295 പ്രോബ്ലം നമ്പർ 5 ആണ്. പേജ് നമ്പർ 295 പ്രോബ്ലം നമ്പർ 5 കുട്ടികൾ ഹോംവർക്കായിട്ട് ചെയ്യണം. അതുപോലെ തന്നെ പേജ് നമ്പർ 296 പ്രോബ്ലം നമ്പർ 6 ഇത് കുട്ടികൾ ഹോംവർക്കായിട്ട് ചെയ്യണം. ഞാൻ ഒന്നുകൂടി പറയാം. പ്രോബ്ലം നമ്പർ 6 ആണ്, പേജ് നമ്പർ 296. ഇത് രണ്ടും ഹോംവർക്കായിട്ട് ചെയ്യാം. അടുത്തത് നമുക്ക് പ്രോബ്ലം ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത് പ്രോബ്ലം നമ്പർ 7, ദാറ്റ് ഈസ് പേജ് നമ്പർ 298 പേജ് നമ്പർ 298 പ്രോബ്ലം നമ്പർ 7 ആണ് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. കുട്ടികൾ ഒപ്പം പേജ് ഓപ്പൺ ചെയ്ത് വെച്ച് ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വെച്ച് കുട്ടികളൊപ്പം അത് വായിക്കുക. ഒന്നുകൂടി പറയാം, പുതിയ BBAയുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 298 പ്രോബ്ലം നമ്പർ 7 ആണ് നമ്മളിവിടെ വായിക്കാൻ പോകുന്നത്. പേജ് നമ്പർ 298 7ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. കുട്ടികൾ ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻ വായിക്കാം. From the following is the balance sheet of New India Limited for the year ending December 31st, 2015. 2015 ന്യൂ ഇന്ത്യ ലിമിറ്റഡിൻ്റെ ബാലൻസ് ഷീറ്റാണ് താഴെ പറഞ്ഞിട്ടുള്ളത്. ഒരു ഓൾഡ് ടൈപ്പ് ബാലൻസ് ഷീറ്റാണ്. ഓൾഡ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ ലയബിലിറ്റി സൈഡ്, അസറ്റ് സൈഡ് എന്നൊക്കെ പറഞ്ഞ് 2 സൈഡായിട്ട്. ഇപ്പോൾ അങ്ങനത്തെ ബാലൻസ് ഷീറ്റൊന്നും വരയ്ക്കാൻ പാടില്ല. സാധാരണ ചെറുകിട സ്ഥാപനങ്ങളിൽ മാത്രമേ ഇത്തരം ബാലൻസ് ഷീറ്റ് വരയ്ക്കാൻ പാടുള്ളൂ. ലിമിറ്റഡ് ഫേംസിൽ ഒരിക്കലും ഇപ്പോൾ ഇത്തരം ബാലൻസ് ഷീറ്റ്സ് ഉപയോഗിക്കുന്നില്ല. എങ്കിലും നമുക്ക് പ്രോബ്ലം തന്നിട്ടുള്ള ആ പഴയ പാറ്റേണിലാണ്. ലയബിലിറ്റി സൈഡിൽ ഇക്വിറ്റി ക്യാപിറ്റൽ, 8% ഡിബെഞ്ചേഴ്സ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബിൽസ് പേയബിൾ, ക്രെഡിറ്റേഴ്സ്, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് ഇങ്ങനെയുള്ള ഐറ്റംസ് ഉണ്ട്. അസറ്റ് സൈഡിൽ ഗുഡ് വിൽ, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, പ്ലാന്റ്, ഫർണിച്ചർ, സ്റ്റോക്ക്, ഡെപ്റ്റേഴ്സ്, BR പോലെയുള്ള ഐറ്റംസ് ഉണ്ട്. പ്രീപെയ്ഡ് എക്സ്പെൻസ് ഉണ്ട്, ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്, ബാങ്ക് ബാലൻസ് ഉണ്ട്. ഇത്രയാണ് ബാലൻസ് ഷീറ്റ് തന്നിട്ടുള്ളത്. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് കാൽക്കുലേറ്റ് ഇമ്പോർട്ടൻറ്റ് ലിക്വിഡിറ്റി ആൻഡ് സോൾവൻസി റേഷ്യോസ് ആൻഡ് കമൻറ്റ് ഓൺ ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ കമ്പനി എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. കാൽക്കുലേറ്റ് ഇമ്പോർട്ടൻറ്റ് ലിക്വിഡിറ്റി ആൻഡ് സോൾവൻസി റേഷ്യോസ് ആൻഡ് കമൻറ്റ് ഓൺ ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ കമ്പനി എന്നാണ്. അപ്പോൾ ഇവിടെ ലിക്വിഡിറ്റി റേഷ്യോസും സോൾവൻസി റേഷ്യോസും അതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലിക്വിഡിറ്റി ആൻഡ് സോൾവൻസി റേഷ്യോസ് കണ്ട് ഈ സ്ഥാപനത്തിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷനെ പറ്റി കമൻറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവിടെ ആദ്യം വേണ്ടത് നമുക്ക് എന്താണ് ലിക്വിഡിറ്റി റേഷ്യോസ്, ഏതൊക്കെയാണ് ലിക്വിഡിറ്റി റേഷ്യോസ് എന്നറിയണം. 2 ഏതൊക്കെയാണ് സോൾവൻസി റേഷ്യോസ് എന്നറിയണം. ഇത് 2 അറിഞ്ഞാൽ തന്നെ ഇതിൻ്റെ ഇക്വേഷൻസ് എന്താണെന്ന് അറിയണം. 3ാമതായിട്ട് കമൻറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യണം, അതിൻ്റെ ഒരു നോർമൽ പൊസിഷൻ അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ടറി ലെവൽ, ഐഡിയൽ റേഷ്യോ എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിനെപ്പറ്റി കമൻറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇനി നമുക്ക് ലിക്വിഡിറ്റി റേഷ്യോസിലേക്ക് പോകാം. അപ്പോൾ ആമുഖമായിട്ട് പറയാനുള്ളത് ലിക്വിഡിറ്റി റേഷ്യോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുള്ള 3 റേഷ്യോസാണ്. ഒന്ന് കറണ്ട് റേഷ്യോ, 2 ലിക്വിഡ് റേഷ്യോ ഓർ ആസിഡ് ടെസ്റ്റ് റേഷ്യോ ഓർ ക്വിക്ക് റേഷ്യോ. ഒന്ന് ഞാൻ പറയാം. ഒന്ന് കറണ്ട് റേഷ്യോ, 2 ലിക്വിഡ് റേഷ്യോ ഓർ ആസിഡ് ടെസ്റ്റ് റേഷ്യോ ഓർ ക്വിക്ക് റേഷ്യോ, 3 ആബ്സല്യൂട്ട് ലിക്വിഡ് റേഷ്യോ. ഇതിൽ ഈ ആബ്സല്യൂട്ട് ലിക്വിഡ് റേഷ്യോ എന്ന് പറയുന്നത് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന റേഷ്യോ അല്ല. സാധാരണ ലിക്വിഡിറ്റി റേഷ്യോസ് കാണാൻ പറഞ്ഞാൽ എന്ത് മാത്രം കണ്ടാൽ മതി, ഈ കറണ്ട് റേഷ്യോയും അതുപോലെ തന്നെ ലിക്വിഡ് റേഷ്യോയും കണ്ടാൽ മതിയാകും കേട്ടോ. അപ്പോൾ നമുക്ക് അതിലേക്ക് പോവാം. ആദ്യം നമുക്ക് കറണ്ട് റേഷ്യോ എടുക്കാം. അപ്പോൾ ഇവിടെ ലിക്വിഡിറ്റി റേഷ്യോ ആൻഡ് സോൾവൻസി റേഷ്യോ ചോദിക്കാനുള്ള കാരണം എന്താ? ലിക്വിഡിറ്റി റേഷ്യോ ഇസ് ദ റേഷ്യോസ് ടു ഇവാലുവേറ്റ് ദ ഷോർട്ട് ടൈം സോൾവൻസി ഓർ ലിക്വിഡിറ്റി ഓഫ് എ ബിസിനസ്. ഒരു ബിസിനസ്സിൻ്റെ ഷോർട്ട് ടൈം ലിക്വിഡിറ്റിയെ പറ്റിയും അല്ലെങ്കിൽ ഷോർട്ട് ടൈം സോൾവൻസിയെ പറ്റിയൊക്കെ പഠിക്കാനുള്ള റേഷ്യോസാണ്, അനലൈസ് ചെയ്യാനുള്ള റേഷ്യോസിനെയാണ് നമ്മൾ ലിക്വിഡിറ്റി റേഷ്യോസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഷോർട്ട് ടൈം റേഷ്യോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഷോർട്ട് ടൈം ഫിനാൻഷ്യൽ പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥാപനത്തിൻ്റെ ഒരു കൊല്ലത്തിനുള്ളിൽ കൊടുത്തു തീർക്കേണ്ട റേഷ്യോസ് പഠിക്കുന്നതിനെയാണ് ലിക്വിഡിറ്റി റേഷ്യോസ് എന്ന് പറയുന്നത്. അതേസമയം സോൾവൻസി റേഷ്യോസ് ഈസ് ദ റേഷ്യോസ് ടു അനലൈസ് ദ ലോങ് ടൈം സോൾവൻസി ഓഫ് ദ ബിസിനസ്. ബിസിനസ്സിൻ്റെ ലോങ് ടൈം സോൾവൻസി അനലൈസ് ചെയ്യുന്ന റേഷ്യോസിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? സോൾവൻസി റേഷ്യോസ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കണം, ഈ 2 കാര്യങ്ങൾ കുട്ടികൾ ശ്രദ്ധിക്കുക. അപ്പോൾ ആദ്യം ലിക്വിഡിറ്റി റേഷ്യോസിന് ഞാൻ പറഞ്ഞ പ്രധാനമായിട്ട് 2 റേഷ്യോസാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നെന്ന് പറയുന്നത് കറണ്ട് റേഷ്യോ.
കറണ്ട് റേഷ്യോ ഈസ് ഈക്വൽ ടു കറണ്ട് അസറ്റ്സ് ഡിവൈഡ് ബൈ കറണ്ട് ലയബിലിറ്റീസ്. ഇനി താഴെ കറണ്ട് അസറ്റ്സ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. നമുക്കിവിടെ എല്ലാവരും ബാലൻസ് ഷീറ്റിലെ അസറ്റ് സൈഡ് എടുത്ത് നോക്കുക. അസറ്റ് സൈഡിൽ നമുക്ക് കറണ്ട് അസറ്റ്സ് ഏതാണെന്ന് ഒരുവിധം കുട്ടികൾക്കൊക്കെ അറിയാം. BBA ക്ലാസ് ആയതുകൊണ്ട് തന്നെ ചില കുട്ടികൾ ചിലപ്പോൾ കൊമേഴ്സ് സ്ട്രീം അക്കൗണ്ടൻസി പഠിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് പറയട്ടെ, ഒരു വർഷത്തിനുള്ളിൽ ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്യുന്ന സ്റ്റോക്കിനെയാണ് അല്ലെങ്കിൽ അസറ്റിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, കറണ്ട് അസറ്റ്സ് എന്ന് പറയും. ഒന്നുകൂടി പറയുന്നു BBAക്ക് അല്ലെങ്കിൽ എന്താണ് ഇതുവരെ അക്കൗണ്ടൻസി പഠിക്കാത്ത കുട്ടികൾക്ക് വേണ്ടി പറയട്ടെ, എന്താണ് കറണ്ട് അസറ്റ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വർഷത്തിനുള്ളിൽ ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന അസറ്റുകളെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, കറണ്ട് അസറ്റ്സ് എന്ന് പറയുന്നത്. ഇതാണ് ലളിതമായിട്ട് എങ്ങനെയാണ് പറയുക, അങ്ങനെ മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ അസറ്റ് സൈഡ് എടുക്കുക. അസറ്റ് സൈഡിൽ ഗുഡ് വില്ല് ഒരു ഫിക്സഡ് അസറ്റാണ്, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഫിക്സഡ് അസറ്റാണ്, പ്ലാന്റ് ഫിക്സഡ് അസറ്റാണ്, ഫർണിച്ചർ ഫിക്സഡ് അസറ്റാണ്. സ്റ്റോക്ക് നമുക്ക് ഒരു വർഷത്തിനുള്ളിൽ ക്ലിയർ ചെയ്യാവുന്നതാണ്, കറണ്ട് അസറ്റാണ്. ഡെപ്റ്റേഴ്സ് കറണ്ട് അസറ്റാണ്, ബിൽസ് റിസീവബിൾ കറണ്ട് അസറ്റാണ്, പ്രീപെയ്ഡ് എക്സ്പെൻസ് കറണ്ട് അസറ്റാണ്. അതുപോലെ തന്നെ ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ്സ്, അവിടെ ഷോർട്ട് ടൈം എന്നുള്ള വാക്ക് വന്ന കാരണം കൊണ്ട് അത് കറണ്ട് അസറ്റാണ്. ബാങ്ക് ബാലൻസ് കറണ്ട് അസറ്റാണ്. മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെ 1, 2, 3, 4, 5, 6 ഐറ്റം കറണ്ട് അസറ്റായിട്ട് പറയുന്നു. അപ്പോൾ കറണ്ട് അസറ്റ്സ് ഈസ് ഈക്വൽ ടു നമുക്ക് താഴേക്ക് എടുത്ത് എഴുതാം. കറണ്ട് അസറ്റ്സ് ഈസ് ഈക്വൽ ടു സ്റ്റോക്ക് പ്ലസ് ഡെപ്റ്റേഴ്സ് പ്ലസ് BR പ്ലസ് പ്രീപെയ്ഡ് എക്സ്പെൻസസ് പ്ലസ് ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ്സ് പ്ലസ് ബാങ്ക് ബാലൻസ്. ഒന്നുകൂടി പറയാം. കറണ്ട് അസറ്റ്സ് ഈസ് ഈക്വൽ ടു സ്റ്റോക്ക് പ്ലസ് ഡെപ്റ്റേഴ്സ് പ്ലസ് ബിൽസ് റിസീവബിൾ പ്ലസ് പ്രീപെയ്ഡ് എക്സ്പെൻസസ് പ്ലസ് ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ്സ് പ്ലസ് ബാങ്ക് ബാലൻസസ്. ഇനി ഇതിൻ്റെയൊക്കെ എമൗണ്ട്, സ്റ്റോക്കിൻ്റെ എമൗണ്ട് 44,000 ആണ്, പ്ലസ് ഡെപ്റ്റേഴ്സിൻ്റെ എമൗണ്ട് 30,000 ആണ്, പ്ലസ് BRൻ്റെ എമൗണ്ട് 16,000 ആണ്, പ്ലസ് പ്രീപെയ്ഡ് എക്സ്പെൻസ് 8,000 ആണ്, പ്ലസ് 12,000 ആണ് ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ്സ്, പ്ലസ് ബാങ്ക് ബാലൻസ് 14,000 ആണ്. ഈസ് ഈക്വൽ ടു ₹1,24,000. അപ്പോൾ കറണ്ട് അസറ്റ് ഈസ് ഈക്വൽ ടു 1,24,000. ഇനി താഴെയുള്ള ഐറ്റം എന്ന് പറയുന്നത്, ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കറണ്ട് ലയബിലിറ്റി ആണ് അല്ലേ? അപ്പോൾ കറണ്ട് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ എന്താണ് കറണ്ട് ലയബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ, കറണ്ട് ലയബിലിറ്റി എന്ന് പറയുന്നത് എ ലയബിലിറ്റി എന്താണ്, മെറ്റ് വിതിൻ 12 months. അതായത് ഒരു ലയബിലിറ്റി 12 മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ എന്താണ് ഒരു കൊല്ലത്തിനുള്ളിൽ കൊടുത്തു തീർക്കേണ്ടുന്ന ലയബിലിറ്റിയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, കറണ്ട് ലയബിലിറ്റി എന്ന് പറയുന്നത്. ലയബിലിറ്റി സൈഡിൽ നോക്കുക. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലാണ്, ഡിബഞ്ചേഴ്സ് ലോങ് ടേം ആണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മുടെ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൻ്റെ ഭാഗമാണ്. അടുത്ത ബിൽസ് പേബിൾ കറണ്ട് ലയബിലിറ്റി ആണ്, ക്രെഡിറ്റേഴ്സ് കറണ്ട് ലയബിലിറ്റി ആണ്, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് കറണ്ട് ലയബിലിറ്റി ആണ്, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് കറണ്ട് ലയബിലിറ്റി ആണ്. ഒന്നുകൂടി പറയാം. ബിൽസ് പേബിൾ, ക്രെഡിറ്റേഴ്സ്, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്, ഇത്രയും 4 ഐറ്റംസ് കറണ്ട് ലയബിലിറ്റി ആണ്. അപ്പോൾ കറണ്ട് ലയബിലിറ്റീസ് ഈസ് ഈക്വൽ ടു ബിൽസ് പേബിൾ പ്ലസ് ക്രെഡിറ്റേഴ്സ് പ്ലസ് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് പ്ലസ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്. അതിൻ്റെ എമൗണ്ടുകൾ വരുന്നത് 5,000 പ്ലസ് 30,000 പ്ലസ് 10,000 പ്ലസ് 7,000 ഈസ് ഈക്വൽ ടു 52,000, 52,000. അപ്പോൾ കറണ്ട് അസറ്റ്സ് 1,24,000, കറണ്ട് ലയബിലിറ്റി 52,000 ആണ്. Therefore, current ratio is equal to 1,24,000 divided by 52,000. 1,24,000 divided by 52,000 is equal to 2.38. 2.38 കറണ്ട് റേഷ്യോ എന്ന് പറയുന്നത് എത്രയാണ്? 2.38 ആണ്. ഇനി ബി പോയിന്റ് നമുക്കറിയാം. ലിക്വിഡിറ്റി റേഷ്യോസിൽ 2 ടൈപ്പ് റേഷ്യോസാണ് നമ്മൾ കാണുന്നത്. ഒന്ന് കറണ്ട് റേഷ്യോയും മറ്റൊന്ന് ലിക്വിഡ് റേഷ്യോ, അതല്ലെങ്കിൽ ക്വിക്ക് റേഷ്യോ, അതല്ലെങ്കിൽ ആസിഡ് ടെസ്റ്റ് റേഷ്യോ. ഞാൻ ഈ 3 പേര് പറയുന്നത് ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ആസിഡ് ടെസ്റ്റ് റേഷ്യോ കാണാനാണ് പറയാം അല്ലേ? അപ്പോൾ ആസിഡ് ടെസ്റ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ അത് ക്വിക്ക് റേഷ്യോ ആണോ അല്ലെങ്കിൽ ലിക്വിഡ് റേഷ്യോ ആണെന്ന് അറിഞ്ഞവർക്കും അറിയുന്നവർക്ക് മാത്രമേ ഇത് ചെയ്യാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് ഓരോ സമയത്തും നമ്മൾ 3 പേരും ഓൾട്ടർനേറ്റീവ് നെയിംസോടെ ഡിസ്കസ് ചെയ്യുന്നു. അപ്പോൾ ബി പോയിന്റ് ലിക്വിഡ് റേഷ്യോ ആണ്, ഓർ ക്വിക്ക് റേഷ്യോ ഓർ ആസിഡ് ടെസ്റ്റ് റേഷ്യോ ഈസ് ഈക്വൽ ടു ലിക്വിഡ് അസറ്റ്സ് ഡിവൈഡ് ബൈ കറണ്ട് ലയബിലിറ്റീസ്. ലിക്വിഡ് അസറ്റ്സ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റീസ്. ഇനി അടുത്തത് എങ്ങനെയാണ് ലിക്വിഡ് അസറ്റ് കാണാം? ലിക്വിഡ് അസറ്റ് കാണാനുള്ള ഒരു എളുപ്പ വഴി എന്ന് പറയുന്നത് കറണ്ട് അസറ്റ് മൈനസ് എന്താണ്, സ്റ്റോക്ക് ആൻഡ് പ്രീപെയ്ഡ് എക്സ്പെൻസ്. കറണ്ട് അസറ്റിൽ നിന്ന് സ്റ്റോക്കും പ്രീപെയ്ഡ് എക്സ്പെൻസും കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ലിക്വിഡ് അസറ്റ്സ് കിട്ടും.
അല്ലേ? ലിക്വിഡ് അസറ്റ്സ് കിട്ടാനുള്ള എളുപ്പവഴി പെട്ടെന്ന് നമ്മൾ ഓൾറെഡി കറണ്ട് അസറ്റ് കണ്ടുപിടിച്ച കാരണം കൊണ്ട് കറണ്ട് അസറ്റിൽ നിന്ന് നമുക്ക് എന്ത് കുറയ്ക്കാം? സ്റ്റോക്കും പ്രീപെയ്ഡ് എക്സ്പെൻസും കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ലിക്വിഡ് അസറ്റ് കിട്ടും. അപ്പോൾ ലിക്വിഡ് അസറ്റ് ഈസ് ഈക്വൽ ടു സ്റ്റോക്ക് പ്ലസ് പ്രീപെയ്ഡ് എക്സ്പെൻസസ്, അല്ലേ? ലിക്വിഡ് അസറ്റ് ഈസ് ഈക്വൽ ടു കറണ്ട് അസറ്റ് മൈനസ് സ്റ്റോക്ക് പ്ലസ് പ്രീപെയ്ഡ് എക്സ്പെൻസസ്. കറണ്ട് അസറ്റ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് എത്രയാണ്? കറണ്ട് അസറ്റ് 1,24,000 ആണ്. 1,24,000 മൈനസ് ഇനിയൊരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. സ്റ്റോക്കിൻ്റെ എമൗണ്ട് എത്രയാണ്? 44,000 പ്ലസ് പ്രീപെയ്ഡ് എക്സ്പെൻസ് എത്രയാണ്? 8,000. 44,000 പ്ലസ് 8,000 ദാറ്റ് ഈസ് 52,000. അപ്പോൾ 1,24,000 നിന്ന് 52,000 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടുമ്പോൾ എത്രയാണ്? 72,000. 72,000 ലിക്വിഡ് അസറ്റ്. ഓൾറെഡി നമ്മൾ കറണ്ട് ലയബിലിറ്റി കണ്ടുപിടിച്ചിട്ടുണ്ട്. എത്രയാണ് കറണ്ട് ലയബിലിറ്റി കണ്ടുപിടിച്ചിട്ടുള്ളത്? 52,000 ആണ്. അപ്പോൾ ലിക്വിഡ് റേഷ്യോ ഈസ് ഈക്വൽ ടു 72,000 ഡിവൈഡഡ് ബൈ 52,000 ഈസ് ഈക്വൽ ടു 1.38. 1.38 1.38:1 അതാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞത് എന്ത് മാത്രമല്ല, ഒരു ടേം മാത്രമേ ഉള്ളൂ. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഫൈൻഡ് ഔട്ട് എന്താണ്? ലിക്വിഡിറ്റി ആൻഡ് സോൾവൻസി റേഷ്യോസ് എന്നാണ്. ഇതിലിപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട ലിക്വിഡിറ്റി റേഷ്യോസ് കഴിഞ്ഞു. ഇനി സോൾവൻസി റേഷ്യോസിലേക്കാണ്. സോൾവൻസി റേഷ്യോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is the ratios to measure the long term solvency or long term liquidity of the business. ബിസിനസ്സിൻ്റെ ലോങ് ടൈം ലിക്വിഡിറ്റി, ലോങ് ടൈം സോൾവൻസി മെഷർ ചെയ്യാനുള്ള റേഷ്യോസിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? സോൾവൻസി റേഷ്യോസ് എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 6 റേഷ്യോസ് 7 റേഷ്യോസ് ഉണ്ടായാൽ, പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് പറയുന്നത് 4 റേഷ്യോസ് ആണ്. വേണമെങ്കിൽ 5 റേഷ്യോസ് ചെയ്യാത്രേ വേണ്ടൂ. സോൾവൻസി റേഷ്യോസിൽ ഏറ്റവും പ്രധാനപ്പെട്ട റേഷ്യോ ആണ് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ, അല്ലേ? നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്താണ്. ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എന്ന് പറഞ്ഞാൽ ഡെപ്റ്റും ഇക്വിറ്റി, ആ പേരിൽ തന്നെ അതിൻ്റെ ഇക്വേഷനുണ്ട്. അതായത് ടോട്ടൽ ഡെപ്റ്റ് ഡിവൈഡ് ബൈ ടോട്ടൽ ഇക്വിറ്റി, അല്ലേ? അതിനെ ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ പഠിക്കാതെ തന്നെ ഇക്വേഷൻ പറയാൻ പറ്റുന്നതാണ് ടോട്ടൽ ഡെപ്റ്റ് ഡിവൈഡ് ബൈ ടോട്ടൽ ഇക്വിറ്റി. ഈ ടോട്ടൽ ഡെപ്റ്റിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? ടോട്ടൽ ബോറോഡ് ഫണ്ട് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ടോട്ടൽ ഡെപ്റ്റ് ഇവിടെ എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. ടോട്ടൽ ഡെപ്റ്റ് എന്ന് പറയുന്നത് ഡിബഞ്ചേഴ്സ് ഉണ്ട്, പിന്നെ എന്തൊക്കെയാണ്? കറണ്ട് ലയബിലിറ്റീസ് എല്ലാം. കറണ്ട് ലയബിലിറ്റീസ് ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് എത്രയാണ്? 52,000, അല്ലേ? അപ്പോൾ ഡിബഞ്ചേഴ്സ് 40,000 കറണ്ട് ലയബിലിറ്റീസ് 52,000. ദാറ്റ് ഈസ് 92,000 ആണ് നമ്മുടെ എന്തായിട്ട് വരിക? ടോട്ടൽ ബോറോഡ് ഫണ്ടായിട്ട് പറയുക. ഞാൻ ഒന്നുകൂടി പറയാം. ഇവിടെ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോയിൽ ഡെപ്റ്റും ഇക്വിറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് പഠിക്കുന്ന റേഷ്യോ ആണ് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ. It is the ratio of it is the ratio to study the relationship between borrowed fund and shareholders funds. Then total borrowed fund is equal to long term liabilities plus short term liabilities, that is debentures plus current liabilities. Debentures 40,000 രൂപയാണ്, current liabilities 52,000 ആണ്. 40,000 plus 52,000 is equal to 92,000. Then equity shareholders fund or equity, simply it is known as equity or net worth. ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറയാം, അല്ലെങ്കിൽ നെറ്റ് വർത്ത് എന്ന് പറയാം. എന്താണ് നെറ്റ് വർത്ത് എന്ന് പറഞ്ഞാൽ? ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നെറ്റ് വർത്ത് ഈസ് ഈക്വൽ ടു ഷെയർ ക്യാപിറ്റൽ പ്ലസ് ഓൾ റിസർവ്സ് ആൻഡ് സർപ്ലസസ് അവൈലബിൾ ടു ഷെയർ ഹോൾഡേഴ്സ്. ഷെയർ ക്യാപിറ്റലും എന്താണ്? ഷെയർ ഹോൾഡേഴ്സിന് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ റിസർവ്സും സർപ്ലസും കൂടി ചേർന്ന് തന്നെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? ഇക്വിറ്റി ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറയുന്നത്. ഇവിടെ ഷെയർ ക്യാപിറ്റൽ 1 lakh ഉണ്ട്. റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്ന് പറയുന്നത് ഇവിടെ എത്രയാണുള്ളത്? P&L അക്കൗണ്ടാണ് തന്നിട്ടുള്ളത്. റിസർവ്സ് ആൻഡ് സർപ്ലസിന് പകരം ആ പേര് മാത്രമേ മാറ്റുള്ളൂ. എന്താണ്? P&L അക്കൗണ്ട് 48,000. അപ്പോൾ 1 lakh plus 48,000 ഈസ് ഈക്വൽ ടു 1,48,000. അപ്പോൾ therefore debt equity ratio is equal to 92,000 divided by 1,48,000. 92,000 1,48,000 കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഈസ് ഈക്വൽ ടു 0.62. 0.62 ഇതാണ് നമുക്ക് റേഷ്യോ കിട്ടിയിട്ടുള്ളത്. 0.62 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 0.62 എന്ന് പറയുന്നത് ചെറിയ റേഷ്യോ ആണ്, മനസ്സിലായാലും വളരെ കുറവാണ്. വേണമെങ്കിൽ നമുക്ക് 2:1 വരെ പോകാം, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഐഡിയൽ എന്ന് പറയുന്നത് 2:1 ആണ്. അപ്പോൾ ഇവിടെ വളരെ കുറവാണെന്നാണുള്ള അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കടം വാങ്ങിയ ഫണ്ട് ഉപയോഗിക്കുന്നത് വളരെ കുറവാണ്, മനസ്സിലായല്ലോ. ഇപ്പോൾ ഈ റേഷ്യോ കാണുന്നതിൻ്റെ ഇക്വേഷൻ ചെയ്യുമ്പോൾ തന്നെ അറിയാലോ, 92,000 ഡിവൈഡ് ബൈ 1,48,000 എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ഓൺ ഫണ്ടിനേക്കാൾ വളരെ കുറച്ച് പൈസ മാത്രമേ നമ്മൾ കടം വാങ്ങിയിട്ടുള്ളൂ.
ശരിക്കും നമുക്ക് ഇരട്ടി കടം വാങ്ങിയിട്ട് ഉപയോഗിക്കാം, അതും ഐഡിയലായിട്ട് പറയാം. രണ്ടാമത്തെ പോയിന്റ് ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത റേഷ്യോ ആണ്. ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ ഇസ് ദ റേഷ്യോ ഓഫ് ഫിക്സഡ് ഇൻകം ബെയറിംഗ് ഫണ്ട്സ് ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ഞാനവിടെ വെറും ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് അല്ല പറഞ്ഞു. എന്ത് ഫണ്ടാണ് പറഞ്ഞത്? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. അപ്പോൾ ഫിക്സഡ് ഇൻകം ബെയറിംഗ് ഫണ്ടിൽ എന്തൊക്കെയാണ് വരിക? ഡിബഞ്ചേഴ്സ് വരാം, പ്രിഫറൻസ് ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ അത് വരാം. ഇവിടെ ഇപ്പം എന്തില്ല? പ്രിഫറൻസ് ക്യാപിറ്റൽ ഇല്ല. അപ്പോൾ ഫിക്സഡ് ഇൻകം ബെയറിംഗ് ഫണ്ട് എന്ത് മാത്രമാണ്? ഡിബഞ്ചേഴ്സ് മാത്രമാണ്. ഡിബഞ്ചേഴ്സ് ഡിവൈഡഡ് ബൈ നെറ്റ് വർത്ത് അല്ലെങ്കിൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ കണ്ടത് തന്നെ എത്രയാണ്? 1,48,000. അപ്പോൾ 1,48,000 ഈസിക്കൽ ടു റേഷ്യോയിലേക്ക് പോകുമ്പോൾ എന്താ വരിക? ഡിബഞ്ചേഴ്സിൻ്റെ എമൗണ്ട് ആയിട്ടുള്ള 40,000 40,000 ഡിവൈഡഡ് ബൈ 1,48,000 ഈസിക്കൽ ടു 0.27. ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോയും വളരെ ലോ റേഷ്യോ ആണ്, റിസ്ക് കുറവാണ്, റേഷ്യോ കുറവാണ്. ഇനി മൂന്നാമത്തെ പ്രൊപ്രൈറ്ററി റേഷ്യോ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റേഷ്യോ ആണ് പ്രൊപ്രൈറ്ററി റേഷ്യോ. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്സ് ടു ടോട്ടൽ അസറ്റ്സ്. അല്ലേ? ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്സ് ടു ടോട്ടൽ അസറ്റ്സ്. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് നമ്മൾ നേരത്തെ കണ്ടുവച്ചിട്ടുണ്ട്. എത്രയാണ്? 1,48,000 ആണ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റ്. ടോട്ടൽ അസറ്റ് എത്രയാണ്? 2,40,000 2,40,000 ഈസിക്കൽ ടു 0.62. ഇപ്പോൾ ടോട്ടൽ അസറ്റ് കാണുമ്പോൾ ഇവിടെ നമ്മുടെ ബാലൻസ് ഷീറ്റിൻ്റെ ടോട്ടൽ എടുത്താൽ മതി അല്ലേ? 2,40,000 ആണ് നമ്മുടെ ടോട്ടൽ അസറ്റ്സ്. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് 1,48,000 ഡിവൈഡ് ബൈ ടോട്ടൽ അസറ്റ് 2,40,000 ഈസിക്കൽ ടു 0.62. ദെൻ നെക്സ്റ്റ് ഈസ് ഫിക്സഡ് അസറ്റ് ടു നെറ്റ് വർത്ത്. നാലാമത്തെ റേഷ്യോ ആണ് ഫിക്സഡ് അസറ്റ്സ്. അപ്പോൾ ഈ 4 റേഷ്യോ കണ്ടാൽ മതി. അതാണ് ഇമ്പോർട്ടൻറ്റ് സോൾവൻസി റേഷ്യോസ് എന്ന് പറഞ്ഞാൽ 4 റേഷ്യോ കണ്ടാലും മതി, അതാണ് ആവശ്യമുള്ളൂ കേട്ടോ. നാലാമത്തെ റേഷ്യോ ഫിക്സഡ് അസറ്റ്സ് ടു നെറ്റ് വർത്ത്. ഫിക്സഡ് അസറ്റ്സ് ടു നെറ്റ് വർത്ത് റേഷ്യോ ഈസിക്കൽ ടു, പേരിൽ തന്നെ അതിൻ്റെ ആൻസർ ഉണ്ട്, ഫിക്സഡ് അസറ്റ്സ് ഡിവൈഡഡ് ബൈ നെറ്റ് വർത്ത്. നെറ്റ് വർത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ ഇപ്പോൾ ഇതുവരെയുള്ള ക്ലാസ്സിലൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നെറ്റ് വർത്ത് ഈസിക്കൽ ടു എന്താണ്? ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് അല്ലേ? ഫിക്സഡ് അസറ്റ്സ് ഡിവൈഡ് ബൈ നെറ്റ് വർത്ത് ഓർ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ഇനി എന്താണ് ഫിക്സഡ് അസറ്റ്? ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കറണ്ട് അസറ്റ് എടുത്തില്ലേ? ടോട്ടൽ അസറ്റിൽ നിന്ന് കറണ്ട് അസറ്റ് മാറ്റിക്കഴിഞ്ഞാൽ ഫിക്സഡ് അസറ്റായി. ഞാൻ വായിക്കാം, അസറ്റ് സൈഡ് നോക്കുക കുട്ടികൾ. ഗുഡ് വിൽ ഫിക്സഡ് അസറ്റാണ്, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഫിക്സഡ് അസറ്റാണ്, പ്ലാന്റ് ഫിക്സഡ് അസറ്റാണ്, ഫർണിച്ചർ ഫിക്സഡ് അസറ്റാണ്. ഇത്രയും ഐറ്റംസ് കൂടി കൂട്ടുക. ദാറ്റ് ഈസ് എന്താണ്? ഗുഡ് വിൽ പ്ലസ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് പ്ലസ് പ്ലാന്റ് പ്ലസ് ഫർണിച്ചർ അല്ലേ? അപ്പോൾ ഗുഡ് വില്ലിൻ്റെ എമൗണ്ട് 20,000 പ്ലസ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 60,000 പ്ലസ് പ്ലാന്റ് 30,000 പ്ലസ് ഫർണിച്ചർ 6,000. ഇത്രയും ഐറ്റംസ് കൂടി കൂട്ടുമ്പോൾ വരുന്നത് 1,16,000 ആണ്. 1,16 അല്ലേ? ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് നമ്മൾ നേരത്തെ കണ്ടുവച്ചിട്ടുള്ളതാണ് 1,48,000. അപ്പോൾ ദ റേഷ്യോ ഈസ് ഈക്വൽ ടു 1,16,000 ഡിവൈഡ് ബൈ 1,48,000 ഈസ് ഈക്വൽ ടു എന്താണ്? 0.78. 0.78 എന്ന് പറഞ്ഞാൽ ഫിക്സഡ് അസറ്റിലെ ഭൂരിഭാഗം അല്ലെങ്കിൽ എന്താണ് ഒരു 3/4 ഭാഗത്തിനേക്കാൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് നമ്മുടെ സ്വന്തം പണമാണ്. അതുകൊണ്ട് നമുക്ക് റിസ്ക് ഇല്ല. ഇനി ഈ ക്വസ്റ്റ്യനിൽ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. എന്താണ്? കാൽക്കുലേറ്റ് ഇമ്പോർട്ടൻ്റ്. സാധാരണ കുട്ടികൾ എക്സാമിനേഷൻ എഴുതുമ്പോഴേ ക്വസ്റ്റ്യൻ മുഴുവൻ വായിക്കില്ല. ക്വസ്റ്റ്യൻ മുഴുവൻ വായിക്കാതെ എവിടെ വെച്ച് നിർത്തും? ഇത് കണ്ടു കഴിഞ്ഞാൽ ലിക്വിഡിറ്റി റേഷ്യോസും സോൾവൻസി റേഷ്യോസും കണ്ടു കഴിഞ്ഞാൽ അവിടെ വെച്ച് നിർത്തും. അതല്ല, ഇതിലൊരു കാര്യം കൂടി പറഞ്ഞു. ആൻഡ് കമൻറ്റ് ഓൺ ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ കമ്പനി. നമ്മൾ ഫിനാൻഷ്യൽ പൊസിഷൻ, ഈ കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ എങ്ങനെയുണ്ടെന്ന് നമ്മൾ കമൻറ്റ് ചെയ്യണം. കമൻറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, ഗുഡ് എന്ന് പറഞ്ഞാൽ പോരാ, നമ്മൾ കമ്പയർ ചെയ്ത് പറയണം. അപ്പോൾ കമ്പയർ ചെയ്ത് പറയുമ്പോൾ നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ ഒന്നാമത്തെ ലിക്വിഡിറ്റി റേഷ്യോസിലെ കറണ്ട് റേഷ്യോ എടുക്കാം. നമുക്ക് കറണ്ട് റേഷ്യോ എന്ന് പറയുന്നത് 2.38:1 ആണ്. കറണ്ട് റേഷ്യോൻ്റെ ആൻസർ നമുക്ക് കിട്ടിയിട്ടുള്ളത് 2.38 ആണ്. നമ്മൾ റേഷ്യോസിലേക്ക് മാറ്റുമ്പോൾ 2.38:1 എന്നാണ് വരിക. അതിൻ്റെ അർത്ഥം ₹1 കറണ്ട് ലയബിലിറ്റി ഉണ്ടെങ്കിൽ അത് കൊടുത്തു തീർക്കാനായിട്ട് ₹2.38 കറണ്ട് അസറ്റ് നമുക്കുണ്ട് അല്ലേ? ₹1 ഒരു കറണ്ട് ലയബിലിറ്റിക്ക് ₹2.38 കറണ്ട് അസറ്റ് നമ്മുടെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാൻ വലിയ കുഴപ്പമില്ലാത്ത പൊസിഷനാണ്. പക്ഷേ എങ്ങനെ അറിഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റാൻഡേർഡ് നോം എന്താണ്? ഐഡിയൽ നോം എന്താണ്? സ്റ്റാൻഡേർഡ് നോം ഈസ് ഈക്വൽ ടു 2:1 അല്ലേ? അപ്പോൾ വെൻ കമ്പയർഡ് ടു ദ സ്റ്റാൻഡേർഡ് നോം ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് എബവ്
അല്ലേ? ദി കറണ്ട് റേഷ്യോ ഈസ് ഓൾമോസ്റ്റ് എബോവ് ദി ഐഡിയൽ റേഷ്യോ ഓർ കറണ്ട് റേഷ്യോ. 2.38:1 എന്ന് പറയുമ്പോൾ 2:1 കുറച്ച് കൂടുതലാണ്. അപ്പം നല്ല പൊസിഷനാണ്, ബെറ്റർ ഫിനാൻഷ്യൽ പൊസിഷനാണ് ഏത് കേസിൽ? കറണ്ട് റേഷ്യോൻ്റെ കേസിൽ. ഇനി ലിക്വിഡ് റേഷ്യോൻ്റെ കേസിൽ ലിക്വിഡ് റേഷ്യോ നമുക്ക് കിട്ടിയിട്ടുള്ള 1.38 ആണ്. 1.38:1 എന്നാണ് പറയുക. അപ്പോൾ ഒരു കറണ്ട് ലയബിലിറ്റിക്ക് 1.38 ലിക്വിഡ് അസറ്റാണ്. ഒരു കറണ്ട് ലയബിലിറ്റിക്ക് 1.38 കറണ്ട് ലിക്വിഡ് അസറ്റ് ഉണ്ടെങ്കിൽ അത് ബെറ്ററാണ്. കാരണം അതിൻ്റെ നോർമൽ റേഷ്യോ ഓർ ഐഡിയൽ റേഷ്യോ = 1:1. ഐഡിയൽ റേഷ്യോ എന്ന് പറയുന്നത് 1:1 ആണ്. അപ്പോൾ 1.38:1 എന്ന് പറയുന്നത് ബെറ്റർ പൊസിഷനാണ്, നല്ല പൊസിഷനാണ്. ദെൻ അടുത്തത് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ. ഡെപ്റ്റും ഇക്വിറ്റിയും, നമ്മുടെ കടം വാങ്ങിയ ഫണ്ടും നമ്മുടെ ഇക്വിറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് പഠിക്കുമ്പോൾ നമുക്ക് കിട്ടിയത് 0.62 ആണ്. 0.62 എന്ന് പറഞ്ഞാൽ 0.62:1. അതായത് നമുക്ക് 1 രൂപ നമ്മുടെ സ്വന്തം പൈസയുണ്ടെങ്കിൽ 62 പൈസയാണ് നമ്മൾ കടം വാങ്ങിയിട്ടുള്ളത്. കടം വാങ്ങിയ പൈസ എത്രയാണ്? 62 പൈസയാണ്. അപ്പോൾ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി. മനസ്സിലായല്ലോ? ഡെപ്റ്റും ഇക്വിറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് മെഷർ ചെയ്യാനുള്ള റേഷ്യോ ആണ് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ. ആ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി 1 രൂപ നമ്മുടെ സ്വന്തം ഇക്വിറ്റി 1 രൂപയ്ക്ക് കടം വാങ്ങിയിട്ടുള്ള പൈസ എത്രയാണ്? 62 പൈസയാണുള്ളത്, അല്ലേ? ഐഡിയൽ എന്ന റേഷ്യോ എന്ന് പറയുന്നത് 2:1 ആണ്. അതായത് 1 രൂപയ്ക്ക് 2 രൂപ കടം വാങ്ങാം. 1 രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നൊരു ബിസിനസ്സിന് 2 രൂപ കടം വാങ്ങിയാൽ ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് ഐഡിയൽ ഓർ സാറ്റിസ്ഫാക്ടറി ലെവൽ. അപ്പം ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് കമ്പനിയുടെ കടം വാങ്ങുന്ന തോത് വളരെ കുറവാണ്. സ്വന്തം പൈസ ഉപയോഗിച്ചിട്ടാണ് കമ്പനി കൂടുതൽ ബിസിനസ് ചെയ്യുന്നത്. അപ്പോൾ നല്ല പൊസിഷനാണ്. 2, ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ. അത് 0.27 ആണ്, വളരെ കുറവാണ്. പ്രൊപ്രൈറ്ററി റേഷ്യോ, അല്ലേ? ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൻ്റെ പ്രൊപ്രൈറ്ററി റേഷ്യോ എന്ന് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൻ്റെ 62% ടോട്ടൽ അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇതെന്താണ്? ഫിക്സഡ് അസറ്റ് ടു നെറ്റ് വർത്ത് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ 78% ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടാണ് ഫിക്സഡ് അസറ്റിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ റേഷ്യോസൊക്കെ വളരെ താഴെയാണ്. അതുകൊണ്ട് നല്ല ഫിനാൻഷ്യൽ പൊസിഷനാണ്. വേണമെങ്കിൽ കമ്പനിക്ക് എന്ത് ചെയ്യാം? കമ്പനിയുടെ ഷോർട്ട് ടേം ലിക്വിഡിറ്റി പൊസിഷൻ ഹൈലി സാറ്റിസ്ഫാക്ടറി ആണ്. ലോങ് ടേം പൊസിഷൻ ഹൈലി എന്താണ്? സ്ട്രോങ് ആണ്. പക്ഷേ വേണമെങ്കിൽ കമ്പനിക്ക് എന്ത് ചെയ്യാം? കുറച്ചുകൂടി റിസ്ക് വേണമെങ്കിൽ എടുക്കാം എന്നുള്ള കമൻറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇത് കമൻറ്റ് ചെയ്യുന്നതോട് കൂടിയിട്ടാണ് നമ്മുടെ ഈ ക്വസ്റ്റ്യൻ അവസാനിക്കുള്ളൂ. കമൻറ്റ് കൂടി ചെയ്യണം. കമൻറ്റ്സ് കുട്ടികൾ കൃത്യമായിട്ട് എഴുതി വയ്ക്കുക തന്നെ വേണം. അങ്ങനെ എഴുതി വയ്ക്കുമ്പോൾ നമുക്ക് ഐഡിയൽ റേഷ്യോ ഇതാണ്, ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോൻ്റെ ഐഡിയൽ റേഷ്യോ 2:1 ആണ് എന്നറിഞ്ഞാലേ നമുക്ക് 0.62 കുറവാണെന്ന് പറയാൻ പറ്റും. മനസ്സിലായല്ലോ? കറണ്ട് റേഷ്യോ 2:1 ആണ്, ലിക്വിഡ് റേഷ്യോ 1:1 ആണ്. ഇതറിഞ്ഞാൽ മാത്രമേ നമുക്കിത് എഴുതാൻ സാധിക്കുള്ളൂ. കുട്ടികളപ്പോൾ നോക്കി പഠിക്കുക. ഓരോന്നിൻ്റെയും എന്താണ് അതിൻ്റെ കമൻറ്റ്സ് എഴുതാൻ എങ്ങനെ വരും, അത് എഴുതാൻ പറഞ്ഞാൽ എങ്ങനെ എഴുതും എന്നുള്ളത് കൂടി കുട്ടികൾ നോക്കി മനസ്സിലാക്കി വയ്ക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. പ്രോബ്ലം നമ്പർ 8, പേജ് നമ്പർ 301, 301 ക്വസ്റ്റ്യനാണ്. ഇതിലെ ക്വസ്റ്റ്യൻ നമ്മൾ ഇതുവരെ ചെയ്തതിൽ നിന്ന് ചെറിയ മാറ്റമുള്ള ഒരു ക്വസ്റ്റ്യനാണ്. റീഅറേഞ്ച് ദ ഫിഗേഴ്സ് സ്യൂട്ടബിൾ ഫോർ അനാലിസിസ് ആൻഡ് കാൽക്കുലേറ്റ് ഗ്രോസ് പ്രോഫിറ്റ്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ, ഓപ്പറേറ്റിംഗ് റേഷ്യോ ആൻഡ് നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ. അതിൽ പറഞ്ഞിട്ടുള്ളത് റീഅറേഞ്ച് ദ ഫിഗേഴ്സ് സ്യൂട്ടബിൾ ഫോർ അനാലിസിസ് ആൻഡ് കാൽക്കുലേറ്റ്. നമുക്ക് തന്നിട്ടുള്ളത് ഒരു P&L അക്കൗണ്ടാണ്. ആ P&L അക്കൗണ്ടിനെ നമ്മൾ എന്ത് ചെയ്യണം? റീഅറേഞ്ച് ചെയ്യണം. P&L അക്കൗണ്ടിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക? സെയിൽസ് ഉണ്ടാവും, ഗ്രോസ് പ്രോഫിറ്റ് ഉണ്ടാവും, നെറ്റ് പ്രോഫിറ്റ് ഉണ്ടാവും. P&L അക്കൗണ്ടിൽ എന്താണ്? ട്രേഡിംഗ് P&L അക്കൗണ്ടിൽ പർച്ചേസസ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ സെയിൽസിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് സെയിൽസ് കുറച്ചാൽ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടും. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? നോൺ ഓപ്പറേറ്റിംഗ് ബിസിനസ്സേതര എക്സ്പെൻസും ഇൻകംസൊക്കെ അഡ്ജസ്റ്റ് ചെയ്താൽ നമുക്ക് ഏറ്റവും അവസാനം PBT കിട്ടും, പ്രോഫിറ്റ് ബിഫോർ ടാക്സ് കിട്ടും. അതിനോടുകൂടി ടാക്സ് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കിട്ടും. അപ്പോൾ അത് അങ്ങനെയാണ് അറേഞ്ച് ചെയ്യേണ്ടത്. ആ സ്റ്റേറ്റ്മെൻറ്റ് കുട്ടികൾ പഠിക്കണം. ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് കുട്ടികൾ പഠിക്കണം. ഇൻകം സ്റ്റേറ്റ്മെൻ്റ് ഒരു മോഡൽ പഠിച്ചു വയ്ക്കണം. ഇനി നമുക്ക് പ്രോബ്ലത്തിലേക്ക് വരാം.
നമ്മളോട് പറഞ്ഞിട്ടുള്ള 4 ഐറ്റംസ് കാണാനാണ്. ജി പി റേഷ്യോ, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ, ഓപ്പറേറ്റിംഗ് റേഷ്യോ, നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ. ഇത് പി ആൻഡ് എൽ അക്കൗണ്ടാണ്. പി ആൻഡ് എൽ അക്കൗണ്ടിൽ കോസ്റ്റ് ഓഫ് സെയിൽസ് ആണ് ആദ്യം തന്നിട്ടുള്ളത്. അതായത് കോസ്റ്റ് ഓഫ് സെയിൽസ് എന്ന് പറഞ്ഞാൽ പർച്ചേസും ഓപ്പണിംഗ് സ്റ്റോക്കും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ളൊരു എമൗണ്ടാണ്. പിന്നെ അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ് തന്നിട്ടുണ്ട്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ് തന്നിട്ടുണ്ട്, നെറ്റ് സെയിൽസ് തന്നിട്ടുണ്ട്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് തന്നിട്ടുണ്ട്, നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് തന്നിട്ടുണ്ട്, നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ പ്രൊവിഷൻ ഫോർ ടാക്സ് തന്നിട്ടുണ്ട്, നെറ്റ് പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. ഇതാണ് തന്നിട്ടുള്ള ഡീറ്റെയിൽസ്. ഇതിൽ നിന്ന് നമ്മൾ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ചിലപ്പോൾ കുട്ടികൾ +2-നൊക്കെ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് പഠിച്ചിട്ടുണ്ടാവും. പഠിക്കാത്തവർ ഇതൊരു സ്പെസിമനായിട്ട് കണ്ട് പഠിച്ചോളൂ. എന്താ കാരണം ഇത് അത്യാവശ്യമാണ്. നമ്മുടെ പല കേസുകളിലും ഈ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ, ഓപ്പറേറ്റിംഗ് റേഷ്യോ, നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ, ജി പി റേഷ്യോ ഒക്കെ കാണാൻ പറയുന്ന ക്വസ്റ്റ്യനിൽ ഇനിയിപ്പോൾ റീഅറേഞ്ച് ചെയ്യാൻ പറഞ്ഞില്ലെങ്കിലും നമ്മൾ റീഅറേഞ്ച് ചെയ്തിട്ടേ ചെയ്യാൻ പാടുള്ളൂ. കാരണം എന്നാലാണ് നമുക്ക് പി ബി ടിയും പി എ ടിയും ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. നമ്മൾ ഹെഡിങ് കൊടുക്കുന്നത് SNT ലിമിറ്റഡ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ഫോർ ദ ഇയർ എൻഡഡ് 31/3/2016. അതിൽ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് താഴെ കുട്ടികൾ ശ്രദ്ധിക്കുക. ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? നെറ്റ് സെയിൽസ് നമ്മുടെ എന്താ പറയുക നമുക്ക് തന്നിട്ടുണ്ട്, ബൈ സൈഡിൽ തന്നിട്ടുണ്ട്. 18 lakhs ആണ് നെറ്റ് സെയിൽസ്. നെറ്റ് സെയിൽസ് നമ്മൾ എന്ത് ചെയ്യുക? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കുറയ്ക്കുക. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിന് പകരം പറയാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കോസ്റ്റ് ഓഫ് സെയിൽസ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് സെയിൽസ് കുറയ്ക്കുക. 12,96,000 കുറച്ചാൽ ഗ്രോസ് പ്രോഫിറ്റ് നമുക്ക് 5,04,000 കിട്ടും. ഞാൻ ഒന്നുകൂടി പറയാം. വലതു ഭാഗത്തൊരു എമൗണ്ട് കോളമുള്ള സ്റ്റേറ്റ്മെൻറ്റ് വരയ്ക്കുക. 1 or 2 എമൗണ്ടുകളും വരയ്ക്കാം. ഒരു കോളം വേണമെങ്കിൽ ഇന്നർ കോളായിട്ട് ട്രീറ്റ് ചെയ്യാം. ഹെഡിങ് അതിന് കൊടുക്കേണ്ടത് SNT ലിമിറ്റഡ്. SNT എന്ന് പറയുന്നത് അതിൻ്റെ പേരാണ്. ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ഫോർ ദ ഇയർ എൻഡഡ് 31/3/2016. ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് അതിൻ്റെ പേര്. നെറ്റ് സെയിൽസ് 18 ലക്ഷം, കോസ്റ്റ് ഓഫ് സെയിൽസ് കുറയ്ക്കുക. അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. ദാറ്റ് ഈസ് 5,04,000 ആണ് ഗ്രോസ് പ്രോഫിറ്റ്. പ്ലസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് കുറയ്ക്കുക എന്ന് പറയുമ്പോൾ ഇവിടെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എന്താണെന്ന് നോക്കാം. ഈ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എഴുതാൻ അറിയാത്തവർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസ്സിൻ്റെ പർച്ചേസുമായിട്ട് ബന്ധമില്ലാത്ത എക്സ്പെൻസ്, അതായത് ഐറ്റം എക്സ്പെൻസസ് റിലേറ്റഡ് വിത്ത് ഓഫീസ് ഓർ സെയിൽസ്. ഓഫീസുമായിട്ടോ സെയിൽസുമായിട്ടോ ബന്ധപ്പെട്ട എക്സ്പെൻസിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഓഫീസുമായിട്ടോ അല്ലെങ്കിൽ സെയിൽസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എക്സ്പെൻസിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഈ ഐറ്റംസ് ഉണ്ടെങ്കിൽ കുറയ്ക്കണം. അപ്പോൾ ഇവിടെ 2 ഐറ്റം ഉള്ളത്. എന്താണ്? ഒന്ന് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് ഒരു 1,24,000 ഉണ്ട്. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ് 92,000 ഉണ്ട്. ഇത് രണ്ടും കൂടിയിട്ട് കൂട്ടുമ്പോൾ 2,16,000 കിട്ടണം അല്ലേ? അപ്പോൾ 2,16,000 എവിടെ നിന്നാണ് കുറയ്ക്കുന്നത്? ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് 5,04,000 ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് നമ്മൾ 2,16,000 എന്താണ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് കുറച്ചാൽ കിട്ടുന്ന എമൗണ്ടിനെ നമുക്ക് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് വിളിക്കാം. അപ്പോൾ ഒന്നുകൂടി പറയാം. സെയിൽസിൽ നിന്ന് കോസ്റ്റ് ഓഫ് സെയിൽസ് കുറയ്ക്കുക. അപ്പോൾ ജി പി കിട്ടും. ജി പി കിട്ടും. ജി പിയിൽ നിന്ന് നമ്മൾ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് കുറച്ചാൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടും. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഉള്ള ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ നോൺ ഓപ്പറേറ്റിംഗ് ഐറ്റംസ് അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ള. നോൺ ഓപ്പറേറ്റിംഗ് ഐറ്റംസ് അഡ്ജസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസ് ആഡ് ചെയ്യുക, അതുപോലെ തന്നെ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് കുറയ്ക്കുക. അപ്പോൾ ഇതിൽ നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം നമ്മുടെ മറ്റേ ബൈ സൈഡിൽ നോക്കിയാൽ കാണും. ഒരു അസറ്റ് വിറ്റിട്ട് നമുക്കൊരു 30,000 രൂപ കിട്ടിയിട്ടുണ്ട്. അത് ആഡ് ചെയ്യാം. അപ്പോൾ 2,88 കൂടെ 30,000 ആഡ് ചെയ്യുമ്പോൾ 3,18 വരും. 3,18 നിന്ന് നമ്മൾ എന്ത് ചെയ്യുക? നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് കുറയ്ക്കുക. എക്സ്പെൻസ് ഒരു 18,000 ഇവിടെ ഡെബിറ്റ് സൈഡിലുണ്ട്. ആ 18,000 കുറച്ചാൽ നമുക്ക് 3 lakh കിട്ടും. ഈ 3 lakh ആണ് നമ്മുടെ പ്രോഫിറ്റ്. പക്ഷേ നമുക്ക് ടാക്സ് അഡ്ജസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അതിന് 3 lakhന് നമുക്ക് പേര് കൊടുക്കാം പ്രോഫിറ്റ് ബിഫോർ ടാക്സ്. ഒന്നുകൂടി പറയാം, പ്രോഫിറ്റ് ബിഫോർ ടാക്സ്. പ്രോഫിറ്റ് ബിഫോർ ടാക്സ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവരുടെ ടാക്സ് കുറയ്ക്കുക. ടാക്സ് എത്രയാണ്? പ്രൊവിഷൻ ഫോർ ടാക്സ് നമുക്ക് ടാക്സ് ഇവിടെ തന്നിട്ടുണ്ട്, ഡെബിറ്റ് സൈഡിൽ തന്നിട്ടുണ്ട് 1,20,000. അപ്പോൾ പ്രൊവിഷൻ ഫോർ ടാക്സ് കുറച്ച് കഴിഞ്ഞാൽ പ്രോഫിറ്റ് ബിഫോർ ടാക്സിൽ നിന്ന് ടാക്സ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കിട്ടും, PAT കിട്ടും. അപ്പോൾ PBT എങ്ങനെയാണ് കിട്ടണമെന്ന് മനസ്സിലായി. അതിൽ നിന്ന് ടാക്സ് കുറച്ചാൽ നമുക്ക് PBT കിട്ടും. ഇപ്പം ഇത് കുട്ടികൾ കൃത്യമായിട്ട് പഠിച്ചാലാണ് ഈ ഒരു ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് കൃത്യമായിട്ട് പഠിക്കുക. അതിൽ വരുന്ന ഐറ്റംസൊക്കെ പഠിച്ചു വയ്ക്കുക. ഐറ്റംസ് പഠിക്കാനില്ല, സെയിൽസിൽ നിന്ന് കോസ്റ്റ് കുറയ്ക്കുക, അപ്പോൾ GP കിട്ടും.
ജി പിയിൽ നിന്ന് എന്ത് കുറയ്ക്കുക? ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് കുറയ്ക്കുക. അപ്പോൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടും. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക? നോൺ ഓപ്പറേറ്റിംഗ് ഐറ്റംസ് അഡ്ജസ്റ്റ് ചെയ്യുക. അതായത് ഇൻകം ഉണ്ടെങ്കിൽ ആഡ് ചെയ്യുക, എക്സ്പെൻസിനെ ലെസ് ചെയ്യുക. അപ്പോൾ പ്രോഫിറ്റ് കിട്ടും. ഈ പ്രോഫിറ്റ് എന്തിനു മുമ്പുള്ള പ്രോഫിറ്റാണ്? ടാക്സിന് മുമ്പുള്ള പ്രോഫിറ്റാണ്. അപ്പോൾ അതിനെ PBT, പ്രോഫിറ്റ് ബിഫോർ ടാക്സ്. ടാക്സ് കുറയ്ക്കുക പിന്നീട്. അപ്പോൾ PAT, പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് റേഷ്യോസിലേക്ക് പോകാം. റേഷ്യോസ് ചോദിച്ചിട്ടുള്ള 4 റേഷ്യോസാണ്. ഒന്നുകൂടി പറയാം, കുട്ടികൾ ആ പേജിൻ്റെ തുടക്കത്തിൽ ശ്രദ്ധിക്കുക. നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് 4 റേഷ്യോസാണ് ചോദിച്ചിട്ടുള്ളത്. GP റേഷ്യോ, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ, ഓപ്പറേറ്റിംഗ് റേഷ്യോ, നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ. ഇതിൽ ഒരു റേഷ്യോ, അതായത് ഓപ്പറേറ്റിംഗ് റേഷ്യോ എന്ന് പറയുന്നത് കോസ്റ്റ് റേഷ്യോ ആണ്. ബാക്കിയുള്ളതൊക്കെ പ്രോഫിറ്റ് റേഷ്യോ ആണ്. മനസ്സിലായാലും ഒന്നുകൂടി പറയട്ടെ. ABCD ആണ്. ഇതിൽ Aയും Bയും Dയും C ഒഴികെയുള്ള 3 റേഷ്യോസ് പ്രോഫിറ്റ് റേഷ്യോസും C എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് റേഷ്യോ എന്ന് പറയുന്ന കോസ്റ്റ് റേഷ്യോ ആണ് കേട്ടോ. ഇനി നമുക്ക് GP റേഷ്യോ എളുപ്പമാണ്. GP റേഷ്യോ അല്ലെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ = GP / സെയിൽസ് × 100. നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. GP എത്രയാ? 5,04,000. സെയിൽസ് എത്രയാ? / 18 ലക്ഷം × 100 = 28%. 28%. അതിൻ്റെ അർത്ഥം എന്താ? സെയിൽസിൻ്റെ 28% ഗ്രോസ് പ്രോഫിറ്റ്. അടുത്ത ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. എത്രയാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്? 2,88,000 / നെറ്റ് സെയിൽസ് × 100. അപ്പോൾ 2,88,000 / 18 lakhs × 100 = 16%. നമ്മുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ എത്രയാണ്? 16%. 3 ഓപ്പറേറ്റിംഗ് റേഷ്യോ. ഓപ്പറേറ്റിംഗ് റേഷ്യോ എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് റേഷ്യോ ആണ്. ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? കോസ്റ്റ് ഓഫ് സെയിൽസിൻ്റെ കൂടെ നമ്മുടെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് കൂട്ടുക. കോസ്റ്റ് ഓഫ് സെയിൽസ് എത്രയാണ്? 12,96,000 പ്ലസ് 2,16,000 നമ്മുടെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ്. രണ്ടും കൂടി കൂട്ടുമ്പോൾ 15,12,000 കിട്ടും. അപ്പോൾ ഓപ്പറേറ്റിംഗ് കോസ്റ്റ്, ഇത് മാത്രമാണ് ഒരു കോസ്റ്റ് റേഷ്യോ ഉള്ളൂ. ഓപ്പറേറ്റിംഗ് കോസ്റ്റ് / സെയിൽസ് × 100. ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എത്രയാണ്? 15,12,000 / 18 ലക്ഷം × 100 = 84%, 84%. അപ്പോൾ ഓപ്പറേറ്റിംഗ് റേഷ്യോ = 15,12,000 / 18 lakhs × 100 = 84%. ഇനി ലാസ്റ്റ് എളുപ്പമുള്ളതാണ്. NP റേഷ്യോ ഓർ നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ = നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് / സെയിൽസ് × 100. നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എത്രയാ? പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എത്രയാ? 1,80,000 / 18 ലക്ഷം × 100 = 10%. അപ്പം 10% പ്രോഫിറ്റ് എന്ന് പറയുന്നത് നെറ്റ് സെയിൽസിൻ്റെ 10% എന്നുള്ളതാണ് ഇവിടെ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ റീഅറേഞ്ച്മെൻറ്റ് നടത്താൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ P&L അക്കൗണ്ടിന് നമ്മൾ എന്ത് ചെയ്യുന്നു? റീഅറേഞ്ച്മെൻറ്റ് നടത്തുന്നു. റീഅറേഞ്ച്മെൻറ്റ് നടത്തുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ അവിടെ നമുക്ക് ഓരോന്നും സ്പെസിഫിക് ആയിട്ട് മനസ്സിലാവുന്നു. ഗ്രോസ് പ്രോഫിറ്റ് എത്രയാണ്? ഗ്രോസ് പ്രോഫിറ്റ് നമുക്കിപ്പം വേണമെങ്കിൽ ഇവിടുന്ന് കണ്ടുപിടിക്കാമെങ്കിലും ഗ്രോസ് പ്രോഫിറ്റ് എത്രയാണെന്ന് മനസ്സിലാവുന്നു. നമ്മുടെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എത്ര രൂപയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാവുന്നു. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എത്രയാണെന്ന് മനസ്സിലാവുന്നു. അതുപോലെ തന്നെ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് PBT എത്രയാണെന്ന് മനസ്സിലാവുന്നു. അതുപോലെ തന്നെ PAT, പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് PAT എത്രയാണെന്ന് മനസ്സിലാവുന്നു. ഇങ്ങനെ ഇതൊക്കെ ഒറ്റ സ്ട്രെച്ചിൽ ഒറ്റ ഗ്ലാൻസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഈ റേഷ്യോസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ റേഷ്യോസിൽ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോയും നെറ്റ് പ്രോഫിറ്റ് റേഷ്യോയും വളരെ വളരെ ഈസിയാണ്. അതിൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോയിൽ കുട്ടികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോയിൽ നമ്മൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് തന്നെ കണ്ടുപിടിക്കണം. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ നമ്മൾ എന്തെടുക്കാൻ പാടില്ല? നെറ്റ് പ്രോഫിറ്റ് അവിടെ എടുക്കാൻ പാടില്ല. അവിടെ ശ്രദ്ധിക്കുക, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മീൻസ് ബിഫോർ അഡ്ജസ്റ്റിംഗ് ദ നോൺ ഓപ്പറേറ്റിംഗ് ഐറ്റംസ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ബിഫോർ അഡ്ജസ്റ്റിംഗ് ദ നോൺ പ്രോഫിറ്റ് ഐറ്റംസ് ആണ്. അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അവിടെയും കുട്ടികൾ തെറ്റിക്കാറുണ്ട്, അതും ഒന്ന് ശ്രദ്ധിക്കുക. ഇത്രയാണ് നമുക്ക് ഈ ക്ലാസ്സിൽ പഠിക്കാൻ.